അമ്മേ മാതാവിന്, കൃപാസന മാതാവിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സാക്ഷ്യം പറയുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഓർത്ത് കൃപാസന അമ്മയ്ക്കും ദൈവകുർമ്മകാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡ്രൂസ്, ഇതെൻ്റെ വൈഫ് മേരി, ഇവരെ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം തിരുവനന്തപുരം മരിയമദലേന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ തമിഴ്നാടും കേരള അകൃതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരത്തിൽ തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കണം. പിന്നെ ആദ്യമായിട്ട് രോഗശാന്തി നൽകിയത് ഈ ചേച്ചിക്ക് ബ്ലഡ് തലയിൽ പ്രഷർ കയറിയിട്ട് ബ്ലഡ് ബ്ലോക്കായെന്ന് ഞങ്ങളെ താലൂക്ക് ആശുപത്രി പാറശാല കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ശരിയാവാതെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അവിടെ പോയിട്ടും ഒരു 10-12 ദിവസമായിട്ട് ആൾക്ക് ബോധമില്ല, ഒന്നും കഴിക്കാൻ പറ്റൂല, ട്യൂബൊക്കെ ഇട്ട് ഒരു ഇതില്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ സ്ഥലത്ത് പോകേണ്ടി ഒരു 10-40 കിലോമീറ്റർ ഉണ്ട്. അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴും ഒരു കുറവുമില്ല, ആൾ ആരെ കണ്ടാലും സംസാരിക്കുകയില്ല, ഒരു ബോധം ഇല്ലാതെ കിടക്കുകയാണ്. പിന്നീട് ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് നെറ്റിയിൽ കുരിശ് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണം പഠിച്ച് മാതാവിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്ത് അങ്ങനെ പോയിട്ടും ഒരു പ്രതിഫലം കണ്ടില്ല. പിന്നീട് അവിടെ നിന്ന് ശരിയാവാതെ അവിടുത്തെ ഒരു പൊടിയൂരിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ തലയിലാണ്, എന്തെങ്കിലും ചെറിയൊരു അസുഖം നടന്നു പോയാൽ ആളിന് എന്തെങ്കിലും കയ്യോ കാലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ചെറുബോധം വരുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയാൾ പറയണത് എന്നെ മാതാവും ദേവകുമാരൻ എന്നെ ഇവിടെ കൊണ്ടാക്കിയതുപോലെയാണ് അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ പറയണത്. അതിന് ദൈവത്തിന് 1000 കോടി നന്ദി പറയണം ഞങ്ങൾ മാതാവിനും. രണ്ടാമത് എൻ്റെ മോളെ പരീക്ഷയായിരുന്നു, 10ാം ക്ലാസ് പരീക്ഷയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇത് 2ാമത്തെ പുതുക്കലാണ്. അപ്പം 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ മോൾക്ക് 10ൽ 9 A+ഉം ഒരു Aയും കിട്ടി, മാതാവ് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ മോള് +2 കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ ഇട്ടിരുന്നു. 3 അലോട്ട്മെൻറ്റ് വന്നിട്ടും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ 4ാമത് കമ്മ്യൂണിറ്റി കോട്ടയിലിട്ടിട്ട് അങ്ങനെ അവളെ കൂട്ടുകാരിയുമായിട്ട് 2 പേർക്ക് ചേർന്നിട്ട് ഒരു അമ്മയുടെ പത്രം കൊണ്ടുപോയെന്ന കവറിൽ അമ്മയുടെ ഒരു പത്രവും കാശുരൂപവും അവളെ സുഹൃത്തിൻ്റെ കോപ്പി എല്ലാം ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരെ 2 പേർക്കും അവിടെ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതോടെ പിന്നെ അവരെ കുടുംബവും മാതാവിൽ അവർ വിശ്വസിച്ച് ഇവിടെ വന്ന് ഞങ്ങളെ കൂടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടിന് ലെഫ്റ്റ് നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ കൊറോണ കാരണം കൊണ്ടൊക്കെ ഞങ്ങൾ 1.5 കൊല്ലം അടച്ചിട്ടും കൊറോണ കാലം കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നീട് അത് കുടിശ്ശികയെല്ലാം ചേർത്തിട്ട് 7 ലക്ഷം രൂപ എടുത്തത് 1.5 കൊല്ലം അടച്ചിട്ടും വീണ്ടും നോക്കുമ്പോൾ 7 ലക്ഷത്തിൽ കൂടുതൽ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പുതുക്കൽ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അതിൽ 4-ൽ 3 ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് അതിൽ ഒതുക്കി തന്ന് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസിൽ നിന്ന് ഒഴിവാക്കി തന്നതിന് മാതാവ് നന്ദി പറയുന്നു. പിന്നെ നിയോഗത്തിൽ വെച്ച പ്രധാനത്തിൽ എൻ്റെ മദ്യപാനമാണ്. മദ്യപാനം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളെ സ്ഥലത്ത് വന്നിട്ട് വാറ്റ് ഉള്ള സ്ഥലമാണ്, ചാരായ വാറ്റുള്ള സ്ഥലമാണ്. 10-30 കൊല്ലത്തിന് മുമ്പേ ആ സമയത്തൊക്കെ ചാരായം കുടിച്ചിട്ടുള്ളതാണ് ഞാൻ. ആ സമയം തൊട്ട് ഇവിടെ വരുന്നവരെ ചാരായം കുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ചയ്ക്ക് പോവും ധ്യാനത്തിന്. അപ്പം എൻ്റെ ഉദ്ദേശം ഒരാഴ്ച അവിടെ ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃപാസമാവിൻ്റെ ഒരു സാക്ഷ്യം കണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസം വന്നിട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് നിയോഗങ്ങളൊക്കെ വച്ചപ്പോൾ അപ്പോൾ മാതാവ് എന്നിൽ അനുഗ്രഹിച്ച് ഇപ്പം പള്ളിയിൽ പോകുമ്പോൾ പുറത്ത് തന്നെ ഇരിക്കും, പള്ളിയിൽ പോകാറില്ല, പുറത്തിരിക്കും. പള്ളി പെരുന്നാളായാലും ഞാൻ കടപ്പുറത്തോ മദ്യപാനിക്കാനോ ചീട്ട് കളിക്കാനോ മാത്രം പോവുള്ളൂ. അപ്പം ഇപ്പം ഈ നിയോഗത്തിൽ വച്ചതിന് ശേഷം കുമ്പസാരിക്കാനും ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ എല്ലാം രാവിലത്തെ പൂജയ്ക്കും പിന്നെ കുമ്പസാരിക്കാനും കുർബാന എടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാത്തിനു വേണ്ടി എന്നെ മാതാവ് അനുഗ്രഹിക്കുന്ന ഓർത്ത് മാതാവിനും തിരുകുമാരനും 1000 കോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോകാനും
പിന്നെ ഞങ്ങൾ വൃദ്ധസ്ഥലമുണ്ട് അടുത്ത്, ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോകാനും പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും പത്രങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ഇത്തിരി ദൂര സ്ഥലത്ത് കൊടുക്കാനും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാനും പിന്നെ ആട്ടോ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുവാനും എല്ലാം അനുഗ്രഹിക്കാനും ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 2 പേര് മാത്രം വന്നിട്ടുണ്ട്. ഒരു പുതുക്കലിന് വരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ട് 11 പേരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത്തെ പുതുക്കലിന് വരുമ്പോൾ മാതാവേ ഞാൻ ഒരു വണ്ടി പിടിച്ച് ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ പുതുക്കലിന് വരുമ്പോൾ ഞങ്ങളെ കൂടെ 28 പേരെ കൊണ്ടുവന്നിട്ട് ഒരു വണ്ടി പിടിച്ച് കൊണ്ടുവന്ന് മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടാക്കിയതിന് മാതാവിന് തിരുകുമാരന് 1000 കോടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ആൻഡ്രൂസ് എന്ന സഹോദരനും കുടുംബവുമാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ഇവരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരിയുടെ 18 ദിവസത്തോളം ICUവിലായിരുന്നതും ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചതും രോഗസൗഖ്യം ലഭിച്ചതുമാണ് ആദ്യമായിട്ട് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. 25 വർഷമായിട്ട് ആൻഡ്രൂസ് എന്ന സഹോദരനുണ്ടായിരുന്ന മദ്യപാനം എന്ന ദുശീലം അടുക്കും ചിട്ടിയോടും കൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹവും കരുതലും അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയും ആ ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്തതും ഈ അൾത്താരയിൽ ഈ സഹോദരങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ കുടുംബത്തിന് ലഭിച്ച ഓരോ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവത്തിന് ഈ അൾത്താരയിൽ നിന്ന് ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.